വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഇലയടയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കുമ്പിളപ്പം എന്നും പറയും. സാധാരണ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ടാണ്. ഇന്ന് നമ്മളിവിടെ മത്തങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. എന്നിട്ടത് അരിച്ചെടുക്കണം. ആ പാനിയിലേക്ക് വേവിച്ച മത്തങ്ങയിട്ട് വരട്ടിയെടുക്കണം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഇലയട തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് 250 ml ഉണ്ട്. അതുപോലെ ഇത് 250 ഗ്രാം ഉണ്ട്. റവയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. എന്നാൽ നമുക്ക് ഇത് തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കണം. നമ്മൾ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഉണ്ടോ? ഇച്ചിരി ലൂസായിട്ടിരിക്കണം. എന്നാലാണ് നമ്മൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് പാകത്തിന് വേണമെങ്കിൽ ഇത്രയും ലൂസ് വേണം അതിന്. ഉണ്ടോ? ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. ഉള്ളി ചേർത്താൽ മതി. ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്ത് നമുക്ക് നല്ലോണം കുഴയ്ക്കാം. ഇപ്പോൾ നമുക്ക് മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ടൈറ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ഈ ഒരു പാകത്തിന് കുഴയ്ക്കണം. എങ്കിൽ നമുക്കിത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്തുണ്ടാക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറായി നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ തേങ്ങ ഒരു 150 ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്തേക്കുന്നതാണിത്. ഒരുപാട് അങ്ങോട്ട് വറുക്കണ്ട, ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വന്നാൽ മതി. ഇത് നമുക്ക് തേങ്ങ അരിഞ്ഞിട്ട് വറുത്ത് എടുത്താലും മതി. നമ്മളിപ്പോൾ ചിരണ്ടി വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. തേങ്ങയെ ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മത്തങ്ങ വരട്ടുമ്പോൾ അതിൽ നെയ്യ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് ഒരു 1.5 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടനയില എടുത്തിട്ടുണ്ട്. ഇതാണ് എടനയില. ഇത് നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് ഞാൻ ഈർക്കിലി വെച്ചാട്ടോ ചെയ്യുന്നത്. ഈർക്കിലി വെച്ച് ഇങ്ങനെ കുത്തിയതിന് ശേഷം അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ആവിയിൽ വേവിക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മളിത് ആവിയിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം.
കണ്ടോ, നല്ല വെള്ളം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇടനീലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഇടനീല ഇല്ലാത്തവർക്ക് കൊക്കോയുടെ ഇല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇടനീല വെച്ച കാരണം നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.